കുടിശ്ശിക തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സപ്ലൈകോ FCI ഗോഡൌണുകളിലേക്കും റേഷൻ കടകളിലേക്കും വാതിൽപ്പടി വിതരണം നിർത്തിവെക്കും. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. എബിൻ, നേരത്തെ തന്നെ ഈ സപ്ലൈകോയിലെ കുടിശ്ശിക വിതരണം തടസ്സപ്പെട്ടത് കാരണം കരാറുകാർ സാധനങ്ങൾ നൽകുന്നില്ലായിരുന്നു. പല ഔട്ട്ലെറ്റുകളും പൂട്ടേണ്ടി വരും, സാധനങ്ങളില്ല എന്ന് സപ്ലൈകോ തന്നെ സർക്കാരിനെ അറിയിച്ചതാണ്. ഇനി ഈ വിതരണക്കാർ കൂടി എത്തിയില്ലെങ്കിൽ വലിയ ഗുരുതരമായ സാഹചര്യമായിരിക്കില്ലേ? തീർച്ചയായും ഗോകുൽ, ഇത് സാരമായി ബാധിച്ചേക്കും സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ അടക്കം. നിലവിൽ ഈ FCI സപ്ലൈകോ ഗോഡൌണുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും അവിടെ നിന്ന് റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണത്തിനായി സാധനങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന കോൺട്രാക്ടേഴ്സാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 56 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും സപ്ലൈകോയുമായി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ 56 പേരും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ നാളെ മുതലാണ് സമരം ആരംഭിക്കുന്നത്. അവർക്ക് 3 മാസമായി ഈ കുടിശ്ശിക അവർക്ക് ലഭിക്കാനുള്ള കരാർ തുക കുടിശ്ശികയാണ്. നിരവധി തവണ മന്ത്രിയോടും അതുപോലെ തന്നെ സപ്ലൈകോ MDയോടും ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ ഇതുവരെ ആ തുക കൃത്യമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ക്ഷേമനിധി അടക്കം അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കോൺട്രാക്ടേഴ്സിനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ നാളെ മുതൽ കേരളത്തിൽ വ്യാപകമായി സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗോകുൽ. ശരി, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. സപ്ലൈകോയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. വിതരണക്കാർ കൂടി, കോൺട്രാക്ടേഴ്സ് കൂടി സമരത്തിലേക്ക് നീങ്ങുന്നു. കുടിശ്ശിക ലഭിക്കാത്തത് ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ അനിശ്ചിതകാല സമരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.